പ്രവാചക പാരമ്പര്യമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന അർത്ഥത്തിലാണത്രേ അതിന് ശമുവേൽ അഥവാ ഷിംവീൽ എന്ന് പേരിട്ടത്. അദ്ദേഹത്തിന് പിന്നീട് പ്രവാചകത്വവും സിദ്ധിച്ചു. അദ്ദേഹം അവരുടെ പ്രവാചകനും ന്യായാധിപനുമായിരുന്നു. അദ്ദേഹത്തിന് വാർദ്ധക്യം പിടിപെട്ട അവസരത്തിലായിരുന്നു തങ്ങളെ നയിക്കുവാനും യുദ്ധത്തിലും മറ്റും നേതൃത്വം നൽകുവാനും വേണ്ടി ഒരു രാജാവിനെ നിയോഗിച്ചു തരണമെന്ന് ഇസ്രായേലർ ആ പ്രവാചകനോട് ആവശ്യപ്പെട്ടത്. ഒരു രാജാവ് നിലവിൽ വന്നാൽ അവരിലുണ്ടാകുന്ന പ്രതികരണവും സ്വഭാവവും ഇന്ന മാതിരിയായിരിക്കുമെന്ന് അവരുമായി ഇടപഴകിയ ആ പ്രവാചകന് ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരു രാജാവിനെ നിയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ശത്രുക്കളുമായി യുദ്ധം നടത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ പിന്മാറി അനുസരണക്കേട് കാണിച്ചേക്കുമോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ശത്രുക്കളുമായി യുദ്ധം നടത്തുവാൻ ഞങ്ങൾ സ്വയം തയ്യാറാകുമാറുള്ള കാരണങ്ങൾ ഞങ്ങൾക്കുണ്ടല്ലോ. ശത്രുക്കൾ ഞങ്ങൾക്ക് വരുത്തിത്തീർത്ത വിനകൾ കുറച്ചൊന്നുമല്ല. ഞങ്ങളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും തുരത്തിവിടുക, ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു ബന്ധനത്തിലാക്കുക മുതലായ പലതും അവർ ചെയ്തിരിക്കെ ഒരു രാജാവിൻ്റെ നേതൃത്വം കൂടി ലഭിച്ചാൽ ഞങ്ങൾ എങ്ങനെ പിന്മാറും എന്നായിരുന്നു അവരുടെ മറുപടി. അവസാനം സംഭവിച്ചത് മിക്കവാറും പ്രവാചകൻ സംശയിച്ചതുപോലെ തന്നെ. അതാണ് അല്ലാഹു പറഞ്ഞത്. എന്നിട്ട് അവരുടെ മേൽ യുദ്ധം നിയമിക്കപ്പെട്ടപ്പോൾ അവരിൽ അല്പം ആളുകളൊഴിച്ച് ബാക്കിയുള്ളവർ പിന്മാറി. കൂടുതൽ വിവരം താഴെ വരുന്നുണ്ട്. ഈ രംഗം ബൈബിളിൽ പ്രസ്താവിച്ചതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ വൃദ്ധനായി, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ എല്ലാ ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ നിയമിച്ചു തരണം. ഇത് ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് അഥവാ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ അപേക്ഷ കേൾക്കുകയും എന്നാൽ അവരെ വാഴുന്ന രാജാവിൻ്റെ ന്യായം അവരെ അറിയിക്കുകയും ചെയ്യുക എന്ന് യഹോവ ഉത്തരം നൽകി. അദ്ദേഹം രാജാവ് വന്നാൽ അവർക്കുണ്ടാകുന്ന വിഷമാവസ്ഥകളും നാശനഷ്ടങ്ങളും അദ്ദേഹം അവരെ കേൾപ്പിച്ചു. അവർ തങ്ങൾക്കു രാജാവ് വേണമെന്ന് ശഠിച്ചു. 1 ശമൂവേൽ 8-ാം അധ്യായം 4 മുതൽ 22 വരെ.